പുതിയ സ്റ്റോറിയാണേ. മുന്നത്തെ പോലെ ലൈക്സ് ഒന്നും തരാതിരിക്കരുത്. സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അച്ഛാ, ഒന്ന് പെട്ടെന്ന് വാ, സമയം പോകുന്നു. ദാ വരുന്നു മോളെ. ജയകൃഷ്ണൻ ഭദ്രയ്ക്കുള്ള പൊതിയുമായി ഓടി വന്നു. മകൾ ഉച്ചയ്ക്ക് വാഴയിലയിൽ പൊതിഞ്ഞ ആഹാരം കഴിക്കണമെന്നുള്ളത് ജയകൃഷ്ണന് നിർബന്ധമാണ്. ഭദ്രയ്ക്കും അതാണ് പ്രിയം. അവളുടെ ബാഗിൽ പൊതിച്ചോറ് വെച്ചിട്ട് തൂണിൽ കിടന്ന തോർത്തിനാൽ അയാൾ മുഖം തുടച്ചു. ഞാൻ പോയിട്ട് വരാവേ അച്ഛൻകുട്ടി. അയാളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സൂക്ഷിച്ചു പോണേ മോളെ. ആ അച്ഛാ. അവൾ ബാഗും എടുത്തുകൊണ്ട് ഒതുക്കുകല്ലുകൾ ഇറങ്ങി. അയാൾ അവൾ പോകുന്നത് നോക്കി നിന്നു. ഭദ്രയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയതാണ് ഭദ്രയുടെ അമ്മ രാധിക. കല്യാണത്തിന് മുൻപുള്ള പ്രണയബന്ധമായിരുന്നു. ജയകൃഷ്ണനുമായുള്ള വിവാഹം കഴിഞ്ഞ് മോൾ ജനിച്ചപ്പോൾ ആ ബന്ധം പിന്നെയും രാധിക തുടർന്നു. രാധിക വീണ്ടും ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ജയകൃഷ്ണൻ ഒരുപാട് സന്തോഷിച്ചു. ഭദ്രമോൾക്ക് കൂട്ടായി ഒരാൾ കൂടി വരുമെന്ന് കരുതി. പക്ഷേ രാധിക പോയപ്പോൾ എഴുതിവെച്ച കത്തിൽ നിന്നാണ് അയാൾ അറിഞ്ഞത് ആ കുഞ്ഞ് അവളുടെ കാമുകൻ്റെ ആണെന്ന്. അതോടുകൂടി അയാൾ ആകെ തളർന്നു പോയി. പിന്നെയുള്ള ജീവിതം 2 വയസ്സുള്ള മകൾക്ക് വേണ്ടിയായിരുന്നു. അധ്യാപകനായിരുന്നു ജയകൃഷ്ണൻ. സ്വന്തം ഭാര്യയെ മര്യാദ പഠിപ്പിക്കാത്ത ആൾ എങ്ങനെ കുട്ടികളെ നല്ല പാഠം പഠിപ്പിക്കുമെന്ന് കുട്ടികളിൽ നിന്ന് തന്നെ ചോദ്യം ഉയർന്നപ്പോൾ അയാൾ അധ്യാപക ജോലി ഉപേക്ഷിച്ചു. സ്വന്തം പറമ്പിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു. പിന്നീടുള്ള അയാളുടെ ജീവിതം മകൾക്ക് വേണ്ടിയായിരുന്നു. മകളായിരുന്നു അയാൾക്കെല്ലാം. അതുപോലെ തന്നെയാണ് ഭദ്രയ്ക്കും. അയാൾ അവൾക്ക് അച്ഛൻ മാത്രമായിരുന്നില്ല, നല്ലൊരു കൂട്ടുകാരനുമായിരുന്നു. അച്ഛനില്ലാത്തൊരവസ്ഥ അവൾ ഊഹിക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല. ഡിഗ്രി 3ാം വർഷ വിദ്യാർത്ഥിയാണ് ഭദ്ര. അച്ഛനും മകളുമുള്ള ഒരു ചെറിയ ലോകം, അതായിരുന്നു ആ വീട്. അവളുടെ കളിച്ചിരികളും കുറുമ്പും മാത്രം നിറഞ്ഞു നിന്നിരുന്ന വീട്. അവരുടെ സുഖവും ദുഃഖവും സന്തോഷവുമെല്ലാം ആ വീട്ടിലായിരുന്നു. മകളെ ഒരു കുറവും അറിയിക്കാതെയാണ് അയാൾ വളർത്തിയത്. അമ്മയില്ലാത്ത കുറവ് ഒരിക്കലും അവൾക്ക് തോന്നിയിരുന്നില്ല. അച്ഛനും അമ്മയും കൂടപ്പിറപ്പും കൂട്ടുകാരനും ഒക്കെ അവൾക്ക് അവളുടെ അച്ഛനായിരുന്നു. അമ്മ എന്ന വാക്ക് അവൾക്കെന്നും അന്യമായിരുന്നു. സ്വന്തം സുഖം തേടി ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ചു പോയവരോട് അറപ്പും വെറുപ്പുമായിരുന്നു അവൾക്ക്. അയാൾ ഒരിക്കലും മകളോട് അമ്മയെപ്പറ്റി പറഞ്ഞിരുന്നില്ല. അവൾക്ക് അറിവായപ്പോൾ മറ്റുള്ളവരുടെ നാവിൻ തുമ്പിൽ നിന്നാണ് അവളതറിഞ്ഞത്. അതിൽ പിന്നെ അവളുടെ നാവിൻ തുമ്പിൽ അമ്മ എന്ന വാക്ക് ഉച്ചരിച്ചിട്ടില്ല. ചേട്ടാ, മീൻ വേണോ? മീൻകാരൻ ഔതക്കുട്ടിയുടെ ശബ്ദമാണ് അയാളെ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. വേണ്ട ഔതേ, ഇന്നലെ വാങ്ങിയതിരിപ്പുണ്ട്. മോൾക്ക് വറുത്തത് മതി. അതുകൊണ്ട് ഇന്നലെ കിട്ടിയതൊക്കെ ഞാനങ്ങ് വറുത്തു. കാന്താരി എവിടെ? പോയോ? അവള് പോയി. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇനിയും വൈകിയ വണ്ടിക്കാർ വന്ന് മീൻ കൊടുത്തിട്ട് പോകും. എന്നാ ശരി. ഔത പോയതും അയാൾ വാതിലടച്ച് തൂമ്പയും എടുത്ത് പറമ്പിലേക്കിറങ്ങി. കോളേജ് പടി. കണ്ടക്ടറുടെ വിളി കേട്ട് അവൾ വേഗം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബസ്സിൽ നിന്നിറങ്ങി. കോളേജിന് മുന്നിൽ അവിടെ ചങ്കുകളായ അവിനാശും മീനാക്ഷിയും ഉണ്ടായിരുന്നു. 3 പേരിൽ ആര് നേരത്തെ വന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി കാത്തു നിൽക്കുക പതിവായിരുന്നു. മീനമ്മോ, അവിയലേ, ഒത്തിരി നേരായോ വന്നിട്ട്? ഇല്ലടി ഭദ്രകാളി, ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഒരു ദിവസമെങ്കിലും നിനക്ക് നേരത്തെ വന്നൂടെ? ഇന്നും ആ കോന്തൻ സാറിൻ്റെ വായിൽ നിന്ന് കേൾക്കാം. അവിനാശ് ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ അവിയലേ, പിണങ്ങാതെ. നേരത്തെ എഴുന്നേൽക്കണം, നേരത്തെ കോളേജിൽ വരണം എന്നൊക്കെയുണ്ട്. പക്ഷേ ഉറക്കം അത് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്കറിയല്ലേ, ഉറക്കം എന്നും എൻ്റെ കൂടപ്പിറപ്പാണ്. നാളെ ആവട്ടെ, അങ്കിളിനെ വിളിച്ച് ഞാൻ പറയുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റുടനെ നിന്നെ എടുത്ത് കിണറ്റിലിടാൻ. പോടാ. ഡാ അവി, നീ ആരോടാ പരാതി പറയാൻ പോകുന്നേ? ജയനങ്കിളിനോടോ? ഇവൾ എഴുന്നേറ്റില്ലേ ഒന്നുകൂടി പുതപ്പിച്ച് കെടുത്തും അങ്കിള്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എൻ്റെ അച്ഛൻ എൻ്റെ ഹാർട്ടാണ്. അവൾ കൈകൊണ്ട് ലവ് ചിഹ്നം കാണിച്ചുകൊണ്ട് പറഞ്ഞു. മതി സംസാരിച്ചത്, വാ രണ്ടും. അവൻ 2 പേരെയും കയ്യിൽ പിടിച്ച് തിരിഞ്ഞതും മുന്നിൽ മാധവൻ സാറിനെ കണ്ട് അവരുടെ കൈ വിട്ടു. നിങ്ങൾക്ക് ഇതുവരെ ക്ലാസ്സിൽ കയറാൻ സമയമായില്ലേ? ദാ പോകുക സാർ. 3 ആളും മുന്നോട്ട് നടന്നു. ഭദ്ര അവിടെ നിന്നിട്ട് ബാക്കി 2 പേരും പൊയ്ക്കോ. അവർ അവരെ നോക്കി. അവൾ കണ്ണുകൾ കൊണ്ട് പൊയ്ക്കോളാൻ ആംഗ്യം കാണിച്ചു. അവർ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോയി. ഭദ്ര, ഇവിടെ വാ. അവൾ തല കുനിച്ചുകൊണ്ട് അയാൾക്കരികിൽ നിന്നു. തല കുനിച്ചു നിൽക്കാൻ തെറ്റുവല്ലം ചെയ്തോ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ മോള്? തല പൊക്കി നിൽക്ക് ഭദ്ര. അവൾ തലയുയർത്തി അയാളെ നോക്കി. ദേ,
എന്നും ഇങ്ങനെ താമസിച്ച് വരാനാണെങ്കിൽ പൊന്നുമോൾ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. അവൾ മുഖം കൂർപ്പിച്ചു നിന്നു. ഈ കോളേജിൻ്റെ റാങ്ക് പ്രതീക്ഷയാണ് നീ. കോളേജിൻ്റെ മാത്രമല്ല ജയൻ്റെയും. കൂട്ടുകൂടുന്നത് തെറ്റല്ല, പക്ഷേ പഠിത്തം അത് ഉഴപ്പരുത് കേട്ടോ. ശരി അങ്കിൾ. അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു. ക്ലാസ്സിലേക്ക് പോയിക്കോ. അവൾ ക്ലാസ്സിലെത്തുമ്പോൾ അവിനാശും മീനാക്ഷിയും അവളെ ആകാംക്ഷയോടെ നോക്കി. കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ കണ്ണുകൾ കൊണ്ട് മറുപടി നൽകി. വൈകുന്നേരം അവിനാശിനോട് യാത്ര പറഞ്ഞ് മീനുവും ഭദ്രയും ബസ് നോക്കി നിന്നു. നല്ല വിശപ്പ്, വീട്ടിൽ ചെന്നിട്ട് വേണം ഒരു പിടി പിടിക്കാൻ, ഭദ്ര വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. ഡി, നീ തിന്നാനും ഉറങ്ങാനുമായി ജനിച്ചതാണോ? എവിടേക്ക് പോകുന്നു ഇതൊക്കെ? അവളുടെ മെലിഞ്ഞ ശരീരം നോക്കിക്കൊണ്ട് മീനു ചോദിച്ചു. പോടി പിശാചേ, കണ്ണു വെക്കാതെ. ബസ് വന്നു. മീനു അവളുടെ നേരെ കൈവീശി കാണിച്ചുകൊണ്ട് ബസ്സിലേക്ക് കയറി. ആ ബസ്സിന് പിറകിൽ ഭദ്രയ്ക്ക് പോകാനുള്ള ബസ്സും വന്നു. ബസ് ഇറങ്ങി കിളികളോടും പുൽനാമ്പുകളോടും കഥ പറഞ്ഞു അവൾ വീട്ടിലേക്ക് നടന്നു. അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ വാതിൽ അടഞ്ഞു കിടന്നു. ഈ വീടും പൂട്ടി ഈ അച്ചൻകുട്ടി എവിടെ പോയി? അവൾ വീടിനു ചുറ്റും നടന്ന് അച്ഛനെ വിളിച്ചു. മോളെ. അപ്പുറത്തെ വീട്ടിലെ അമ്മണി ചേച്ചിയുടെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അമ്മിക്കുട്ടി, അച്ഛയെ കണ്ടായിരുന്നോ? മോള് വന്നാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ജയൻ. ആരെയോ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞു. മോളൊന്നും കഴിച്ചില്ലല്ലോ. വാ, ചേച്ചി എന്തേലും ഉണ്ടാക്കി തരാം. വേണ്ട അമ്മി, ഇനി അച്ഛ വരട്ടെ. അവൾ റോഡിലേക്ക് നോക്കി. അവളുടെ ഫോണിൽ വൈബ്രേഷൻ കേട്ട് അവൾ ഫോൺ നോക്കി. മാധവൻ അങ്കിൾ ആണല്ലോ. അവൾ പെട്ടെന്ന് കോൾ എടുത്തു. മോളെ. എന്താ അങ്കിൾ? അങ്കിൾ വണ്ടി അയച്ചിട്ടുണ്ട്, മോള് അതിൽ കയറി വാ പെട്ടെന്ന്. അങ്കിൾ എന്താ? അച്ഛൻ ഇവിടെയില്ല. അച്ഛൻ അങ്കിളിനൊപ്പമുണ്ട്. മോള് വണ്ടി വന്നയുടൻ ഇങ്ങ് പോരെ. എന്തോ വല്ലാത്തൊരു പേടി അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു.